സുപ്രഭാതം. ആയൊരു ജീവനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ബ്ലഡ് പ്രഷറാണ്, അതായത് രക്താതിമർദ്ദം, ഹൈപ്പർ ടെൻഷൻ. ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു മൂല കാരണവും രക്താതിമർദ്ദം തന്നെയാണ്. കൊളസ്ട്രോളും രക്താതിമർദ്ദവും ആണ് ക്രോണിക് അല്ലെങ്കിൽ കൊറോണറി ഹാർട്ട് ഡിസീസിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു കാരണം. നമ്മുടെ ജീവിതശൈലി തന്നെയാണ് ബ്ലഡ് പ്രഷർ രോഗത്തിൻ്റെ കാരണവും. ശരിയായ രീതിയിലുള്ള ആഹാരവിഹാരങ്ങൾ ഇല്ലാത്തതിനാൽ അൾട്ടിമേറ്റ്ലി അത് ബ്ലഡ് പ്രഷർ രോഗത്തിൽ വന്നെത്തുന്നു. വ്യായാമമില്ലായ്മ, അതേപോലെ തന്നെ ആഹാരത്തിൽ ഉപ്പിൻ്റെ അമിതമായ ഉപയോഗം, പപ്പടം കൂടുതൽ ഉപയോഗിക്കുക, അതേപോലെ തന്നെ അച്ചാർ കൂടുതൽ ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള അതിൻ്റെ കൂടെ തന്നെ പുകവലിയും മദ്യപാനം കൂടി ആകുമ്പോൾ അത് അൾട്ടിമേറ്റ്ലി അത് ബ്ലഡ് പ്രഷർ രോഗത്തിന് ഇടയാക്കുന്നു. ശരിയായ വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ബ്ലഡ് പ്രഷർ രോഗം ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ യോഗ വളരെ നല്ലൊരു ഓപ്ഷനാണ്. സൂര്യ നമസ്കാരം ചെയ്യുന്നത് ബ്ലഡ് പ്രഷർ രോഗത്തെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കുന്നതാണ്. മരുന്നുകളുടെ കാര്യം പറയുവാണെങ്കിൽ അലോപ്പതി മരുന്ന് കഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ആഹാരവിഹാരങ്ങൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ മരുന്നിൻ്റെ ഡോസ് കൂടിപ്പോകുന്നല്ലാതെ രോഗത്തെ ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഉപ്പ് ഡയറ്റിൽ കുറയ്ക്കുക, വ്യായാമ മുറകൾ സ്വീകരിക്കുക. ആയുർവേദ ശാസ്ത്രപ്രകാരം വാദപ്രധാനമായൊരു രോഗമാണ് രക്താതിമർദ്ദം. കണ്ണിലിരുട്ട് കയറുക, തലവേദന തുടങ്ങിയവയാണ് തലപ്പെരുപ്പ് തുടങ്ങിയവയാണ് രക്താതിമർദ്ദത്തിൻ്റെ ലക്ഷണം. ഔഷധങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ തമിഴാമയില അല്ലെങ്കിൽ തഴുതാമയില, മുരിങ്ങയില, കായം, വെളുത്തുള്ളി, ചുക്ക്, അതേപോലെ തന്നെ ഉലുവ ഇവ ചേർത്തുള്ള മിശ്രിതം നീരാക്കിയോ അല്ലെന്നുണ്ടെങ്കിൽ കുഴമ്പാക്കിയോ, അതായത് പേസ്റ്റാക്കിയോ രാവിലെ പ്രഭാതത്തിൽ ഒരു ഉരുള വഴുപ്പത്തിൽ കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. വാദപ്രധാനമായ ഒരു രോഗമായതിനാൽ തന്നെ വാദശമനമായ ഔഷധമാണ് ഇതിന് നല്ലത്. ഗന്ധർവ്വസ്ഥാദി കഷായം വളരെ നല്ല ഒരു ഔഷധമാണ്. അതിൻ്റെ കൂടെ യോഗരാജ ഗുഗുലു കഴിക്കുന്നത് ഒരു നല്ല കോമ്പിനേഷനാണ്. ഇനി നമുക്ക് ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷന്, അതിനെ ഒരു ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുള്ള ഒരു സാലഡ് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് സോയാബീൻ ചങ്ക്സ്, അതുപോലെ പൊട്ടറ്റോ, ചീര, വെള്ളുള്ളി, അതേപോലെ ലെമൺ. എങ്ങനെ ഉണ്ടാക്കുന്നത് ഷെഫ് നമുക്ക് കാണിച്ചു. ഇതൊരു ഒരു സിമ്പിൾ സാലഡാണ്. ഇതിൻ്റെ പേര് സോയ ആൻഡ് സ്പിനാച്ച് സാലഡാണ്. ഇതിൽ പൊട്ടറ്റോ കൂടെ ആഡ് ചെയ്തിട്ട് ആൻഡ് ഫ്ലേവർ കൊണ്ടുവരാൻ വേണ്ടി ഒരു വിനേഗർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ബാൽസമിക് വിനേഗർ എന്ന് പറയും. കുറച്ചൊരു നല്ല ഫ്ലേവർ കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെ ഒറിഗാനോ ഒരു ഹെർബാണ്. അതും ഫ്ലേവറിന് കൊണ്ടുവരാൻ വേണ്ടി, ബിക്കോസ് ഒരു ഭയങ്കര മെലോഡോൺ സാലഡാണ്. അപ്പോൾ അതിനെ കുറച്ച് ഫ്ലേവർ കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു 2 ഐറ്റം ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിനുള്ള രീതി എന്ന് വെച്ചാൽ ആദ്യം സോയ ചങ്ക് നമ്മൾ ഒരു ബോളിലിടണം. ഇവിടെ നമ്മൾ ഡൈസ്ഡ് പൊട്ടാറ്റോ, പച്ചച്ചീര നല്ലോണം വാഷ് ചെയ്തിട്ട് ഷ്രെഡ് ചെയ്തിട്ടുണ്ട്. ഈ ഹെൽത്ത് ബേസ് സാലഡ് ആസ്വദിക്കുക, നമുക്ക് റോ അങ്ങനെ തന്നെ കഴിക്കാം. അതല്ല ആൾക്കാർക്ക് അത് മാറ്റി കുറച്ചും കൂടെ സേഫ് അല്ല എന്ന് തോന്നുവാണെങ്കിൽ അതൊന്ന് ബ്ലാഞ്ച് എടുക്കാം. കുറച്ചും കൂടെ അത് കളർ നല്ല കിട്ടും. അത് സാലഡിന് ഒരു വാം സാലഡ് കഴിക്കാം. ഇതിൽ കുറച്ച് വെളുത്തുള്ളി സ്ലൈസ് ചെയ്തിട്ടുണ്ട്. റോസ്റ്റ് ചെയ്താണല്ലേ? ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലേവർ, പച്ച ഫ്ലേവർ മാറ്റാൻ വേണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒറിഗാനോ എന്ന് പറഞ്ഞ സാധനം, ആ ഹേർബ് ചുരുവാണ്. ഒലിവ് ഓയിൽ, ഞാൻ പറഞ്ഞ ഈ വിനേഗർ, ബാൽസം വിനേഗർ നമ്മൾ ലൈറ്റ്ലി ടോസ് ചെയ്തിരുന്നു. ഇനി കുറച്ചും കൂടെ വിനേഗർ ഇതിടാം. വളരെ ഫ്രഷ് ആയിട്ടൊരു സാലഡാണ്. ചീര നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേവിച്ചും എടുക്കാം അല്ലേ? അതെ. ഇത് നമ്മൾ ഒരു സാലഡ് പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. വളരെ റിഫ്രഷിങ് സാലഡാണ്. ഏത് നേരത്തും കഴിക്കാനുള്ള ടൈപ്പ് സാലഡാണിത്. വാസോ ഡയലേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ആഹാരമാണിത്. അതുകൊണ്ട് തന്നെ BP നമുക്ക് പതുക്കെ റെഗുലറായിട്ട് ഇത് കഴിക്കുന്നതോടുകൂടി പതുക്കെ നമുക്ക് ലോവർ ചെയ്യാവുന്നതാണ്. സോയ ചങ്ക് സ്പിനാച്ച് സാലഡ് റെഡി. നാളെ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു രോഗത്തിൻ്റെ ഇൻഫർമേഷനും അതിന് പറ്റിയ ഒരു ആഹാരക്രമമായി. താങ്ക് യു.